അങ്ങനെ ബിഗ് ബോസ് ടീമിന്റെ സൈഡിൽ നിന്നാലും പുതിയൊരു അപ്ഡേറ്റും കൂടി എന്തായാലും വന്നിട്ടുണ്ട്. നമ്മൾ കഴിഞ്ഞ വീഡിയോസിലും പറഞ്ഞു നിർത്തിയ ഒരു കാര്യം ഇത് തന്നെയായിരുന്നു. ഞാൻ കൊണ്ട് ബിഗ് ബോസിന്റെ സൈഡിൽ നിന്ന് ഒരുപാട് പ്രൊമോഷൻസും കാര്യങ്ങളും എല്ലാം നിരവധിയായിട്ട് എന്തായാലും വരാനുള്ള ഒരു സാധ്യതയെ കുറിച്ച് കാര്യം നമുക്കറിയാവുന്നതാണ്. ഒരു ബിഗ് ബോസ് തുടങ്ങുന്നതിന് ഒരു 2-3 ആഴ്ച മുന്നേ തന്നെ അവരുടെ സൈഡിൽ നിന്ന് ഒരുപാട് പ്രൊമോഷൻസും കാര്യങ്ങളൊക്കെ ഇത്തരത്തിൽ ഏഷ്യൻ ചാനലിലൂടെയും യൂട്യൂബിലൂടെ ഒക്കെ വരുന്നത് നമ്മൾ നിരന്തരമായിട്ട് എല്ലാ സീസൺസിലും എല്ലാ വർഷവും കാണാറുള്ള ഒരു കാര്യം തന്നെയാണ്. അതിനെന്തായാലും ഈ വർഷം വലിയ മാറ്റമൊന്നുമില്ല. എന്തായാലും പുതിയൊരു പ്രൊമോ എന്തായാലും അവരുടെ സൈഡിൽ നിന്ന് എന്തായാലും വിട്ടിട്ടുണ്ട്. അത് വേറെ ഒന്നുമില്ല, സീസൺ 8ന്റെ ഒരു ലോഗോ റിവീൽ ചെയ്യുന്നതും പിന്നെ അതിനകത്ത് എഴുതിയിരിക്കുന്ന ഒരു കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ ബിഗ് ബോസ് സീസൺ 8 ഉടൻ എന്നാണ്. നമ്മൾ ബിഗ് ബോസ് സീസൺ 7 ഒരു കാര്യം നോക്കുകയാണെങ്കിൽ ആഗസ്റ്റ് 3-ാം തീയതിയാണ് എന്തായാലും ബിഗ് ബോസ് സീസൺ 7 സ്റ്റാർട്ട് ചെയ്തത്. ഒരു ഞായറാഴ്ച ദിവസമായിരുന്നു. അപ്പൊ ഈ ഒരു വർഷത്തിൽ ഈ ഒരു സീസണിൽ നോക്കുകയാണെങ്കിൽ ബിഗ് ബോസ് സീസൺ 8 എന്നാലും ആഗസ്റ്റ് 3-ാം തീയതിയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് എന്നാണ് നമുക്ക് എന്തായാലും അറിയാൻ സാധിക്കുന്നത്. അതൊരു ഞായറാഴ്ച ദിവസം തന്നെയാണ്. പക്ഷെ ഇത്തവണത്തെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഡയറക്റ്റ് എന്നാലും ബിഗ് ബോസ് സീസൺ 8 അല്ല എന്നുള്ളത് നമുക്ക് അറിയാവുന്ന ഒരു കാര്യം തന്നെയാണ്. അഗ്നിപരീക്ഷയാണ് എന്തായാലും ആദ്യം ഉണ്ടാകാൻ പോകുന്ന ഒരു മാസത്തിൽ എന്നാലും സംഭവിക്കാൻ പോകുന്നത്. അതിനകത്ത് സെലിബ്രിറ്റി സ്റ്റാറ്റസിലുള്ള ആരും തന്നെ ഉണ്ടാവുന്നതല്ല. വളരെ സാധാരണക്കാരായ ആൾക്കാർ മാത്രവും അവരുടെ പ്രശ്നങ്ങളും അവരുടെ ഡിസ്കഷൻസും അവരുടെ ചിന്തകളും കാര്യങ്ങളൊക്കെ തന്നെയായിരിക്കും നമ്മൾ ആ ഒരു ആദ്യത്തെ ഒരു മാസം എന്തായാലും കാണാൻ പോകുന്നത്. അപ്പൊ ഈ കോമണേഴ്സിനെ അടക്കം പഠിച്ച് മനസ്സിലാക്കിയിട്ടായിരിക്കും സെലിബ്രിറ്റി സ്റ്റാറ്റസിലുള്ള ആൾക്കാർ എന്തായാലും ഇതിനകത്തേക്ക് ഇന്നാവാൻ പോകുന്നത്. അപ്പൊ ഈ സെലിബ്രിറ്റി സ്റ്റാറ്റസിലുള്ള ആൾക്കാരും കൂടി ഇന്നായി കഴിയുമ്പോഴത്തേക്കും കളി മൊത്തത്തിൽ എന്തായാലും മാറുന്നുള്ള ഒരു കാര്യത്തിനകത്ത് ഒരു കൺഫ്യൂഷനും ഇല്ല. കാര്യം വൈൽഡ് കാർഡ് എൻട്രിയിലൂടെ കയറുന്നത് പോലെ തന്നെ കംപ്ലീറ്റ് ഇവരുടെ ഗെയിം പ്ലാൻ എന്താണ്, ഇവരുടെ സ്ട്രാറ്റജി എന്താണ്, ഇവരുടെ എനർജി എന്താണ്, അല്ലെങ്കിൽ ഇവരുടെ ഒരു ഒഴുക്ക് എത്തരത്തിലാണ്, ഇതെല്ലാം കംപ്ലീറ്റ് പഠിച്ച് മനസ്സിലാക്കിയിട്ടാണ് ഈ സെലിബ്രിറ്റി സ്റ്റാറ്റസിലുള്ള ആൾക്കാരും കൂടി ഇതിനകത്തേക്ക് ഇന്നാവാൻ പോകുന്നത് എന്നുള്ളത് വളരെയധികം ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. പിന്നെ അതുപോലെ തന്നെ ഈ ഷോയിൽ ഇത്രയധികം കോമണേഴ്സിന് എന്തായാലും കൂട്ടാനുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഉറപ്പായിട്ടും ആ ഒരു റിയാലിറ്റി ഒരു ഫീൽ ചെയ്യാൻ വേണ്ടി തന്നെയാണ്. കാര്യം എല്ലാ സീസൺസിലും കൂടുതലായിട്ടും കാണാറുള്ള ഈ സെലിബ്രിറ്റി സ്റ്റാറ്റസിലുള്ള ആൾക്കാരെ മാത്രമാണ്. ഈ കോമഡേഴ്സ് എന്ന് പറയുന്ന 1-2 ആൾക്കാർ വന്നാൽ വന്നു എന്നുള്ള രീതിയിൽ മാത്രമേ ഉള്ളൂ. അപ്പൊ ഈ സെലിബ്രിറ്റി സ്റ്റാറ്റസിലുള്ള ആൾക്കാർ ആ ഒരു ഇമേജ് ബ്രേക്ക് ആവാതിരിക്കാൻ വേണ്ടി മാക്സിമം കൺട്രോൾ ചെയ്ത് ആ ഒരു ലിമിറ്റിൽ നിന്ന് ഡ്രമാറ്റിക് ആയിട്ട് തന്നെയാണ് എന്തായാലും ഈ ഒരു ഹൗസിനകത്ത് എന്നാലും പെർഫോം ചെയ്യുന്നത് എന്നുള്ളത് നമുക്ക് അറിയാവുന്ന ഒരു കാര്യം തന്നെയാണ്. അല്ല കംപ്ലീറ്റ് റിയൽ റോ ആയിട്ട് നിൽക്കുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. അതേസമയം ഈ കോമണേഴ്സ് വരുന്ന സമയത്ത് അവർക്ക് അത്തരത്തിലുള്ള ഇമേജോ കാര്യങ്ങളോ ഒന്നും പുറത്തുനിന്നാലും ഇല്ല, അല്ലെങ്കിൽ ഇവരെന്താണ് എന്നതിനെ കുറിച്ചൊന്നും ഒരു ഐഡിയയും ഈ പറയുന്ന നമ്മൾക്ക് ഈ കാണുന്ന ഓഡിയൻസ് എന്നുള്ള രീതിയിൽ നമുക്കൊന്നും തന്നെ ഈ കോമണേഴ്സിനെ കുറിച്ച് അറിയില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ കാണുന്ന സമയത്ത് നോക്കാനകത്ത് ഒരുപാട് ഫ്രഷ്നെസ് ഫീൽ ചെയ്യും എന്നുള്ളത് തന്നെയാണ് ഈ പറയുന്ന കോമണേഴ്സ് വരുന്ന സമയത്ത് അതിനകത്തുള്ള ഒരു രസം എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. അപ്പൊ എന്നാലും ബിഗ് ബോസ് സീസൺ 8 വേണ്ടി നിങ്ങൾ കാത്തിരിക്കുന്നവരാണോ എന്ന് ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യുക.